നിങ്ങളുടെ വാല്യൂ ഇതല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇതിനേക്കാൾ മികച്ചതാക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ ഇനഫ് പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് അതിന്റെ വാല്യൂ കൂട്ടേണ്ടി വരും. അപ്പോൾ ഇതിന്റെ വില സ്വാഭാവികമായിട്ട് കൂടും. ആ വില കൂടിയാൽ ഇവന്മാര് സമ്മതിക്കത്തില്ല. അവന്മാരെ പേടിച്ചാണ് നിങ്ങളുടെ ബിസിനസ് ഇന്ന് ആ ഒരൊറ്റ പിടിവള്ളിയെ, ഈ പിടി എന്ന് നീ വിടുന്നോ അന്നേ നീ രക്ഷപ്പെടത്തുള്ളൂ. ബിസിനസ്സുകാരൻ ഒരു കസ്റ്റമറെ കണ്ടോണ്ടോ, ബിസിനസ്സുകാരൻ ഒരു സ്റ്റാഫിനെ കണ്ടോണ്ടോ, ബിസിനസ്സുകാരൻ ഒരു മാർക്കറ്റിനെ കണ്ടോണ്ടോ, ബിസിനസ്സുകാരൻ ഒരു പ്രൊഡക്റ്റിനെ കണ്ടോണ്ടോ ബിസിനസ് ചെയ്യരുത്. അതിന് പറയുന്ന പേരാണ് ഡേഞ്ചർ ഓഫ് വൺ. ഏത് ബിസിനസ്സുകാരൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരൊറ്റൊരെണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ അവൻ എപ്പോഴും ഡേഞ്ചറിലാണ്. ഏത് നിമിഷവും അത് പൊട്ടാം. ഒരു സെറ്റ് ഓഫ് കസ്റ്റമറിൽ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോകരുത്. വില 10% കൂട്ടുന്നതല്ല, ഇരട്ടി എങ്ങനെ എനിക്ക് വില ചാർജ് ചെയ്യാം, അതിനെ കുറിച്ചായിരിക്കണം നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ എന്താ ഗുണം? ആ ഇരട്ടി വാല്യൂ എന്റെ കസ്റ്റമർക്ക് കൊടുക്കാം. ദിസ് ഈസ് ദ ഗെയിം ഓഫ് ബിസിനസ്.